നിസ്സാരമായ കാര്യങ്ങളിലൂടെ അല്ല, ഉന്നതമായ ഉപമാലങ്കാരങ്ങളിലൂടെയും ഉന്നതമായ വിവരണങ്ങളിലൂടെയും ഉന്നതമായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടും വളരെ സ്പഷ്ടവും സരളവും ലളിതവുമായിട്ടേ കാര്യങ്ങൾ അല്ലാഹു പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെയുള്ള മനുഷ്യരുടെ ജീവൻ നിലനിർത്തുകയും അവരുടെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിനും ആവശ്യമായ, മാനവരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഉന്നതമായ കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് നിസ്സാരമായ ഉപമകളോ നിസ്സാരമായ കാര്യങ്ങളോ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഊഹങ്ങളോ ഒന്നും അല്ലാഹു പറയുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ദൈവിക വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആളുകൾ പിന്നെ അതിന് ന്യായം പറയാം. എന്താ അല്ലാഹു ഇത്തരം ഉപമകൾ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്നായിരിക്കും അവര് പറയുക. എന്നാൽ അല്ലാഹു അതുകൊണ്ട് വഴികേടിലാക്കുന്നില്ല. ഇല്ലൽ ഫാസിഖീൻ, സത്യത്തിൽ നിന്ന് തെറ്റിയ ആളുകളെ അല്ലാതെ. അതാണ് ഉന്നതമായ കാര്യങ്ങളെ പറയുള്ളൂ അല്ലാഹു, നിസ്സാരമായ കാര്യങ്ങളിലൂടെ. അത് ദൈവത്തിന്റെ ശൈലിയാകാനും പാടില്ല. ഈ നാട്ടുകാർ പറയും പോലെ, അത് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ എഴുതുന്നത്, നാട്ടുകാർ പറയും പോലെ അല്ലാഹു പറയാൻ പറ്റില്ല ഈ നിസ്സാരമായ കാര്യങ്ങൾ. അള്ളബല് പറയുന്നുണ്ടല്ലേ, ഇങ്ങനെ എത്തിയോക്കാണ് ചൂറന്മാര് എങ്ങനെയാണ് സ്ത്രീകളെന്ന് പോണത് എന്ന് എത്തിയോക്ക അങ്ങോട്ട് ഒരായത്താണ്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പിന്നെ കാര്യമായിട്ട് ആയത്തൊന്നും ഉണ്ടാവില്ല. ആയിഷ ബീവി എന്താ അടുക്കളയിൽ വെച്ചിക്കണെന്ന് എത്തിയോക്ക അങ്ങോട്ട് ഓൽക്കൊരു പച്ചക്കറിയുടെ മെനു ഇറക്കി കൊടുക്കുക, ആയത്ത് നിങ്ങളൊക്കെ തിന്നോളും. അബൂലഹബും ഭാര്യ ഇല്ലെങ്കിൽ സൂറത്തിൽ ലഹബില്ല എന്ന് പറഞ്ഞു, മായിസ് ഇല്ലെങ്കിൽ സൂറത്തിൽ കിയാമല്ല, ആയിഷ ഇല്ലെങ്കിൽ സൂറത്ത് നൂറില്ല, അഹ്സാബ് സൈദും പെണ്ണുങ്ങളും ഇല്ലെങ്കിൽ സൂറത്തിൽ അഹ്സാബില്ല. അങ്ങനെയാണ് ഖുർആനിൽ ഇല്ലാതാക്കിയ ഭാഗ്യത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് അല്ല ഇങ്ങനെ എത്തി നോക്കുക. മൈമൂനപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഒരായ ഹദീജപ്പോ ഹഫ്സാനോട് എന്താ സ്വകാര്യം പറഞ്ഞു? അപ്പൊ ഒരായ ഇങ്ങോട്ട് എന്തായതാ ഇറക്കണത് നിങ്ങൾക്ക് അറിയോ? നിങ്ങളോട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അനക്ക് വേറെ പെണ്ണെട്ടിച്ചേരാണ്. ആയിഷാനേക്കാളും ഹഫ്സാനേക്കാളും മൈമൂനേക്കാളും ഒക്കെ നല്ല ചോറുകളുള്ള പെണ്ണുങ്ങൾ എനിക്ക് വേറെ കെട്ടിച്ചേരാം. ഇതാ പറയുന്നത്. ഇങ്ങോട്ട് ആയിഷ ഹഫ്സാനോട് എന്താ സ്വകാര്യം പറഞ്ഞു, ഹഫ്സ മൈമൂനാനോട് എന്താ സ്വകാര്യം പറഞ്ഞതെന്ന് അല്ല ഇങ്ങനെ അടുക്കളയിലേക്ക് എത്തിയോ അറേബ്യയില്. അന്ന് മായൻ സംസ്കാരം പോലെ ഉന്നതമായ സംസ്കാരങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഉന്നതമായ രാഷ്ട്രങ്ങൾ എന്നുണ്ട്. അവിടുത്തെ ഒന്നും ഉന്നതമായ കാര്യങ്ങളൊന്നും അല്ലാതെ ചർച്ചല്ല. ഈ മക്കയും മദീനയും അവിടെ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാരും അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും മാത്രമേ അല്ലാതെ സംസാരമുള്ളൂ. അവരെ എങ്ങനെയാണ് പെണ്ണുങ്ങളെത്ത് പോകുന്നത്, എങ്ങനെയാണ് പെണ്ണുങ്ങളെത്തുന്ന ഇറങ്ങിപ്പോരുന്നത്? ഈ എന്ത് തോന്നിയാസം എഴുതിയത് ഇതിങ്ങോട്ട് ഈ കിതാബ് കൊണ്ട് ലോകത്തിന്റെ ഗതി മാറ്റാൻ പോവുകയാണ്. ലോകത്തിന്റെ ഗതി മാറ്റാൻ ഈ കിതാബ് കൊണ്ട് പോകലും നല്ലത് വേറെ വല്ല കെട്ടുകഥയും കൊണ്ട് പോവുക നല്ലത്. അതാണ് ഉന്നതമായ മൂല്യങ്ങളെ, ഉന്നതമായ ആശയങ്ങളെ, ഉന്നതമായ അതാണ് ഫൗക്ക എന്ന് പറഞ്ഞ പൊക്കത്തിലുള്ളത്. മലയാളത്തിൽ പൊക്കത്തിൽ നമ്മൾ പറയില്ല, അത് ഫൗക്കിന്നുണ്ടായതാ പൊക്കം. ഉന്നതമായ പൊക്കത്തിലുള്ള കാര്യങ്ങളെ ഖുർആൻ ചർച്ച ചെയ്യുള്ളൂ. നിസ്സാരമായ താഴത്താണെന്ന താഴത്ത് എന്നാണ്, താഴത്ത് നിസ്സാരമായ താഴെയുള്ള കാര്യങ്ങളൊന്നും അല്ലാന്റെ സംസാര വിഷയമല്ല. ഉന്നതമായ ഉപമാലങ്കാരങ്ങൾ, ഉന്നതമായ വിവരണങ്ങൾ. ഇതാണ് അവിടെ വെച്ച് ദൈവവും അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും അറിയണം എങ്ങനെയാന്ന് വെച്ചത്. അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും തന്നെ ഇല്ല. രഹസ്യവും പരസ്യവും നമ്മക്കുള്ള രഹസ്യവും പരസ്യവും ദൈവത്തിന്റെ. അതാണ് വന്നത്. ഖുർആന്റെ മൂല്യം മനസ്സിലായിട്ടില്ല മക്കളെ. എന്താ ഖുർആൻ? അള്ളാഹു രഹസ്യവും പരസ്യവും രഹസ്യവും അള്ളാഹ്ക്ക് ഇല്ലേ? ദൈവിക വ്യവസ്ഥിതിയുടെ പുറത്തു പോണത് ഏതാ നിങ്ങളൊന്നും പറഞ്ഞാണ്. ഈ വലത്തെ കൈ കൊടുക്കണ ചിലപ്പോ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞു എന്നൊക്കെ വരും. പക്ഷെ ദൈവിക വ്യവസ്ഥിതിയിൽ ഈ വലത് കൈയിന്റെ പ്രവർത്തനം പുറത്തു പോകില്ല. നിങ്ങളുടെ ഈ ഭാഗം എനിക്ക് കാണുള്ളൂ, അപ്പുറം എനിക്ക് കാണുന്നില്ല. പക്ഷെ ദൈവിക വ്യവസ്ഥിതിക്ക് അങ്ങനെയൊന്നും ഇല്ല. അതാണ് രഹസ്യവും പരസ്യവും ദൈവിക വ്യവസ്ഥിതിക്ക് അറിവില്ല. അറിവിന്റെ പരിധിയിലാണത്. അതിന്റെ പുറത്തൊക്കെ പോണത് ഏതാ? അതിന്റെ പുറത്തൊക്കെ പോണ ഒരു വിഷയമല്ല. നിസ്സാരമായ നമ്മുടെ നിസ്സാരമായ ചലനങ്ങൾ വരെ, നിസ്സാരമായ നോട്ടങ്ങൾ വരെ ദൈവിക വ്യവസ്ഥിതിക്കുള്ളിലാണ്. അതിന്റെ പുറത്തൊക്കെ പോകുന്ന ഒന്നില്ലേ ഇല്ല. അതാ പറയണത് എല്ലാം എനിക്കറിയാം എന്ന് പറയുന്നത്. അതാണ് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു, ദൈവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്നെ പറയേണ്ടി വരും. അത് വേറൊരു വിഷയമാണ്. അള്ള എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമെന്നോ. വെള്ളത്തിനൊപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. ഇന്ന് അതുപോലെ തന്നെ അള്ളാനെ ഒന്ന് കണ്ടിട്ടൊന്ന് അനുഭവിക്കാൻ എന്താ മൂപ്പര് പറഞ്ഞു തരാത്തെന്ന്. അത് കാണാൻ കഴിയില്ല. ഓരോ വസ്തുക്കളും അളക്കാൻ ഓരോ മാനദണ്ഡല്ലേ. അള്ളാഹ് ഒരു പദാർത്ഥമല്ല. ഒരു പദാർത്ഥം എന്ന് പറയുമ്പോ തന്നെ അതിന് അതിരുകൾ വേണം, വ്യാസം വേണം, വ്യാപ്തി വേണം. അത് കുറച്ച് ഫിലോസഫി ആകുമ്പോൾ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അത് കുറച്ച് ഫിലോസഫിയിലേക്ക് പോകുക കാര്യം.